പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ക്ഷാമം പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ സർക്കാരുകൾ സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ശരീരസ്രവങ്ങളിലൂടെ പകർന്ന് കരളിനെ ഗുരുതരമായി ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി രോഗത്തെ പ്രതിരോധിക്കുന്നതിനുള്ള വാക്സിൻ ക്ഷാമം പരിഹരിക്കാനുള്ള അടിയന്തര നടപടി കേരള സർക്കാരുകൾ സ്വീകരിക്കണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. KPPA സംസ്ഥാന പ്രസിഡന്റ് ഗലീലിയോ ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റേർഡ് സംഘടനയാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഫഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. ഒരേ സമയം തന്നെ ട്രേഡ് യൂണിയൻ സ്വഭാവം ഉണ്ടെങ്കിലും നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ സംഘടനയായിട്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതിൻ്റെതായ എല്ലാവിധ ഗുണങ്ങളും ചെറിയ ചെറിയ പരിമിതികളും ഉണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കും, നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരിക. പക്ഷേ നമുക്ക് നമ്മുടെ സംഘടനാ പ്രവർത്തനം കാലങ്ങളായിട്ട് 34 വർഷം എന്ന് പറയുമ്പോൾ 1988 ഇന്നുള്ള പലരും വിദ്യാർത്ഥികളുമായിട്ടിരിക്കുന്ന കാലഘട്ടം. ഞാൻ ഫാർമസി കഴിഞ്ഞിട്ടില്ല, പഠിക്കാൻ പോകുന്ന സമയത്താണ് ഈ സംഘടന ആലപ്പുഴയിൽ രൂപീകൃതമാകുന്നത്. അതിൻ്റെ അന്നത്തെ പ്രസിഡന്റ് ഇപ്പോഴും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ സപ്തദിന യാചനാ സമരത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വാഗത സംഘം ചെയർമാൻ വിനോദ് കുമാർ സി അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജിത് കുമാർ ടി, നഗരസഭാ കൗൺസിലർ സുമയ്യ TK, ജില്ലാ പ്രസിഡന്റ് കൃഷ്ണവർമ്മ രാജ, പ്രിയംവദ P, ഭാസ്കരൻ P, രാധാകൃഷ്ണൻ K, ഷീന VV, വിനോദ് M, വേണുഗോപാലൻ E എന്നിവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം JN കോറോത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഹരിഹരൻ H പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. SSLC+2 പരീക്ഷാ വിജയികൾക്ക് അനുമോദനവും നൽകി. ജീവൻ രക്ഷാ മരുന്നുകളുടെ നികുതികൾ പിൻവലിക്കുക, സ്വകാര്യ മേഖലയിലെ ഫാർമസിസ്റ്റുകൾക്ക് പ്രത്യേകമായി പെൻഷൻ പദ്ധതി ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.